السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني. صدق الله مولانا العظيم. ആദരണീയരായ അധ്യക്ഷൻ മുഹമ്മദ് ബാക്കവി, ആദരണീയരായ UK അബ്ദുൽ ലത്തീഫ് ഉസ്താദ്, വേദിയിലിരിക്കുന്ന ഉന്നത ശീർഷരായ പണ്ഡിത മഹത്തുക്കളെ, ഇവിടെ വിഷയാവതരണം നടത്തുന്ന പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയങ്ങൾ സമർത്ഥിക്കുമ്പോൾ തന്നെ അഹ്ലുസുന്നക്ക് വിരുദ്ധമായ ഓരോ കാലഘട്ടത്തെയും അവാന്തര കക്ഷികളെ തുറന്ന് കാണിക്കുക എന്ന ഉത്തരവാദിത്തം സഹാബത്തിൻ്റെ കാലം മുതൽ ഇങ്ങോളം അണമുറിയാതെ നടന്നു വരുന്ന ഒരു കാര്യമാണ്. ആ ലക്ഷ്യാർത്ഥത്തിൽ തന്നെ കേരള ബാക്കവി മജ്ലിസുൽ ഉലമ ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സമർത്ഥനത്തിലും അതിൻ്റെ പ്രതിയോഗികളുടെ നയവ്യതിയാനങ്ങൾ തുറന്നു കാണിക്കുന്നതിലും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് വളരെയധികം ശ്രദ്ധേയമാണ്, അനിവാര്യമാണ്, അവസരോചിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ ഇതുപോലെയുള്ള അഹ്ലുസുന്നയുടെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാം. എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മൗദൂദിസം എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. സമകാലിക പശ്ചാത്തലത്തിൽ പലപ്പോഴും നമ്മൾ അവരൊരു അപകടകാരികളല്ല എന്ന നിലയിലുള്ള നിരീക്ഷകർ നമുക്കിടയിലുണ്ട്. പക്ഷേ ഒരു വേള ആദർശപരമായി ഏറ്റവും വലിയ അപകടം നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് മൗദൂദിസം എന്ന് അതേക്കുറിച്ച് നമ്മൾ വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ സഹാബത്തിൻ്റെ കാലത്തു തന്നെ പ്രത്യക്ഷപ്പെട്ട ഖവാരിജ് വിഭാഗം, ആ വിഭാഗത്തിൻ്റെയും ഇസ്ലാമിനകത്തെ യുക്തിവാദ പ്രസ്ഥാനമായി രംഗത്ത് വന്ന മുഅ്തസിലി പ്രസ്ഥാനത്തെയും നമ്മുടെ ഇന്നത്തെ കാലത്ത് പുനഃപ്രതിഷ്ഠിച്ച ഒരു പ്രസ്ഥാനമാണ് മൗദൂദിസം എന്ന് അവരുടെ സ്ഥാപിത കാലം മുതൽ കിങ്ങോളമുള്ള ചരിത്രം വർത്തമാനം പരിശോധിച്ചാൽ ഏവർക്കും ബോധ്യമാകും. ഞാനതിൻ്റെ സംക്ഷിപ്തമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1903 ജനിച്ച് ഔറംഗാബാദിൽ ജനിച്ച് 1979 അമേരിക്കയിൽ മരണപ്പെട്ട അബുൽ അഅ്ല മൗദൂദിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1941 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് അദ്ദേഹം
ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത്. ആ രൂപീകരണത്തിൻ്റെ അന്നത്തെ 75 ആളുകൾ ചേർന്ന മീറ്റിംഗ്, പിന്നീട് അവരുടെ വാർഷിക മീറ്റിങ്ങുകളുടെയൊക്കെ റിപ്പോർട്ട് സമാഹരിച്ച അവരുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന. ആ പുസ്തകത്തിൽ അവരുടെ രൂപീകരണ പശ്ചാത്തലം, രൂപീകരണ സമയത്തുള്ള അവരുടെ ചർച്ചകൾ, തീരുമാനങ്ങൾ, സിദ്ധാന്തങ്ങൾ, നയങ്ങൾ എല്ലാം അതിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പരമപ്രധാനമായിട്ട് അവർ പറയുന്നത് പാരമ്പര്യത്തിൻ്റെ തിരസ്കരണമാണ്. അതായത് ഇതൊരു പുതിയ പ്രസ്ഥാനമാണ് എന്നാണ് അവർ അതിൽ പറയുന്നത്. ഇത് റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ പുസ്തകത്തിൻ്റെ 14-ാമത്തെ പേജിൽ തന്നെ അവരുടെ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലം വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, പല അവരുടെ സാഹിത്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അദ്ദേഹം അതിൽ പറയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി തന്നെ പറയാണ്, ഒരു കാലത്ത് സാധാരണ മുസ്ലിങ്ങളെപ്പോലെ ഞാനും പാരമ്പര്യ മതത്തിൻ്റെ വക്താവും പ്രയോക്താവുമായിരുന്നു. ബോധം വന്നപ്പോൾ ഇങ്ങനെ ബാപ്പമാരിൽ കണ്ടത് മാത്രം പിൻപറ്റുന്നത് നിരർത്ഥകമാണെന്ന് തോന്നി. അവസാനം ഖുർആനിലേക്കും സുന്നത്തിലേക്കും ശ്രദ്ധയൂന്നി ഇസ്ലാമിനെ മനസ്സിലാക്കുകയും മനസ്സറിഞ്ഞ് അതിൽ വിശ്വസിക്കുകയും ചെയ്തു. ഈ ഉദ്ദേശ്യാർത്ഥമാണ് ഹിജ്റ 1352 തർജുമാനുൽ ഖുർആൻ മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാരമ്പര്യത്തിൻ്റെ കണ്ണികളിൽ നിന്ന് അടർന്നു മാറിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണമായിരുന്നു 1941 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ മൗദൂദിസത്തിൻ്റെ രൂപീകരണത്തിൽ അവർ പ്രഖ്യാപിച്ചത്. അയാൾ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു സാഹിത്യങ്ങളിൽ പറയുന്നുണ്ട്, പാരമ്പര്യത്തിൻ്റെ മാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ്, ഞാൻ ആ വരികളൊന്നും ഇവിടെ കൂടുതൽ വായിക്കുന്നില്ല, പാരമ്പര്യത്തിൻ്റെ മാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് എന്ന്. ബാപ്പമാരിൽ നിന്ന് കേട്ട ദീനല്ല ഇത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു സയ്യിദ് വംശത്തിൽ പിറന്ന ആളാണല്ലോ. അദ്ദേഹത്തിൻ്റെ തന്നെ വംശാവലി വിശദീകരിച്ച, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വിശദീകരിച്ച പുസ്തകങ്ങളിലും മറ്റു ലേഖനങ്ങളിലും കാണാം. അദ്ദേഹത്തിൻ്റെ പരമ്പര എന്ന് പറയുന്നത് സയ്യിദന്മാരുടെ പരമ്പരയാണ്. അതിൽ വായിക്കപ്പെട്ടിട്ടുണ്ട്, മഹാനായ അത്താഉർ റസൂൽ ഖാജ മുഈദ്ദീനുൽ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് അവരുടെ ഗുരുവര്യന്മാർ ഇവരുടെ വംശാവലിയിൽപ്പെട്ട സയ്യിദന്മാരുടെ ശിഷ്യഗണങ്ങളാണ് എന്ന്. അബ്ദുല്ലാഹ് മൗദൂദിയുടെ തന്നെ ബാപ്പയെ സംബന്ധിച്ച് അവർ പരിചയപ്പെടുത്തുന്നത്, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു എഞ്ചിനീയർ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം തസവുഫിന്റെ മാർഗത്തിലേക്ക് പോയി, മുറാഖബയുടെയും മറ്റു റിയാളുകളുടെയും വഴിയിൽ ഉന്നതമായ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ അദ്ദേഹത്തെ വലിയൊരു ദീനി മുത്തഖിയായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അബ്ദുല്ലാഹ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രം വിശദീകരിക്കുന്ന പുസ്തകം, ആ പുസ്തകത്തിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ പിതാമഹന്മാരെയും പിതാവിനെയും ഒക്കെ വലിയ മുത്തഖികളായിട്ടും സ്വാലിഹീങ്ങളുമായിട്ടാണ് അവർ തന്നെ അവതരിപ്പിക്കുന്നത്. ആ മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായ ബാപ്പമാരിൽ നിന്ന് കിട്ടിയ ദീൻ, ആ പാരമ്പര്യത്തിന്റെ മാല പൊട്ടിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന് അദ്ദേഹത്തിന് പ്രചോദകമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുക എന്നത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ ആ പരിശോധനയിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ കർമ്മശാസ്ത്രപരമായ ചിന്ത, എൻ്റെ വിശ്വാസശാസ്ത്രപരമായ ചിന്ത, തസൂഫ് ഏതാനും ചിന്തിക്കുന്നില്ല. പിന്നെ ഇസ്ലാമിന്റെ വിജ്ഞാന ശാഖകളിൽ പ്രധാനപ്പെട്ടത് കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവുമാണല്ലോ. ആ ഇൽമുൽ കലാമിലും ഇൽമുൽ ഫിഖ്ഹിലും എനിക്ക് സ്വന്തമായ ഒരു സരണിയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ചിന്താഗതിയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് തന്നെ അബ്ദുല്ലാഹ് വിശദീകരിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ സ്വന്തമായി കുറെ വായിച്ചിട്ടുണ്ട്, കുറെ പ്രാഥമികമായി
പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ശരിയായൊരു ഉസൂലിൽ ഉറച്ചു നിൽക്കാതെ, കൃത്യമായ ഒരു ഗുരുനാഥനിൽ നിന്ന് ദീൻ പഠിക്കാതെ, കുറെ പരന്ന വായനകളിലൂടെ കുറെ ആർജിച്ചെടുത്തത് കണ്ടിട്ട് ഞാനിപ്പോൾ എല്ലാം തികഞ്ഞ ഒരു മുജ്തഹിദായി മാറി എന്ന വിധത്തിലാണ് അബ്ദുല്ല ഇലയുടെ ഓരോ നീക്കങ്ങളും ഇവിടെ പ്രകടമാകുന്നത്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ശാഫി മദ്ഹബിലെ പ്രഗത്ഭനായ മുഫ്തി, പ്രഗത്ഭനായ ഇമാം, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാനിൽ ഖുർദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ശഖ്സുൻ തലബൽ ഇൽം വഅക്സറ മിൻ മുതാലഅത്തിൽ കുതുബിൽ മുഅല്ലഫത്തി മിൻ അത്തഫ്സീർ വൽ ഹദീസ് വൽ ഫിഖ്ഹ് വകാന ദാ ഫഹ്മിൻ വദകാഇൻ ഫതഹക്കമ ഫീ റഅയിഹി അന്ന ജുംലത ഹാദിഹിൽ ഉമ്മത്തി ضلوا വഅضلوا. ഒരാൾ എന്തൊക്കെയോ കുറെ പഠിച്ചു, തഫ്സീറുകളിൽ നിന്നും ഫിഖ്ഹിൽ നിന്നും സകലം അയാൾ നേടി. അങ്ങനെ അയാൾ കുറച്ച് അറിവൊക്കെ നേടി എന്ന ഒരു സ്വയം ചിന്ത അയാൾ വളർന്ന് വലുതാകുന്ന ഒരു ഘട്ടത്തിൽ അയാൾ പറയുകയാണെങ്കിൽ ചിന്തിക്കുകയാണ്, ഈ ഉമ്മത്ത് പിഴച്ചു പോയിട്ടുണ്ട്. ഈ ഉമ്മത്ത് വഅദല്ലു അൻ അസ്ലിദ്ദീൻ വതരീഖ് സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്ത് പിഴപ്പിച്ചു. അവർ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാന്താവിൽ നിന്ന് ഒരു വഴി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫറഫള ജമീഅ മുഅല്ലഫാത്തി അഹ്ലിൽ ഇൽം വലം യൽതസിം മദ്ഹബൻ ബൽ അദല ഇലൽ ഇജ്തിഹാദ് വദഅ ഇസ്തിൻബാത മിനൽ കിതാബി വസ്സുന്നത്തി ബിസഅമിഹി വലൈസ ഫീഹി ശുറൂത്തുൽ ഇജ്തിഹാദിൽ മുഅ്തബറത്തി ഇൻദ അഹ്ലിൽ ഇൽം വമഅ ദാലിക യുൽസിമുൽ ഉമ്മത അൽ അഖ്ദ ബിഖൗലിഹി വയൂജിബു മുതാബഅതഹു فهذا الشخص المذكور المدعي الاجتهاد يجب عليه الرجوع إلى الحق ورفض الدعاوى الباطلة. ഇത് ബിറിയയിൽ 11-ാമത്തെ പേജിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് സ്വയം ഗവേഷകനായിട്ട് കടന്നു വന്നുകൊണ്ട് തന്റെ ഗവേഷണ വഴിയെ ഈ ഇസ്ലാമിക ഉമ്മത്ത് പിൻപറ്റണമെന്ന് നിഷ്കർഷിക്കുന്ന ആ സ്വഭാവം വെച്ച് പുലർത്തുന്ന പ്രസ്തുത വ്യക്തി തന്റെ വാദഗതികളിൽ നിന്ന് സമ്പൂർണമായിട്ട് പിന്മാറേണ്ടിയിരിക്കുന്നു, പിന്മാറൽ നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാനിൽ ഖുർദി ഇത്തരത്തിൽ കടന്നു വരുന്ന മതപരിഷ്കരണവാദികളെ ഉന്നം വെച്ചുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാനിൽ ഖുർദി, ഇമാം ഖുർദി റളിയല്ലാഹു തആല അൻഹു, പ്രസിദ്ധനായ ഇമാം ഖുർദി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ആ ഗണത്തിലെ നമ്മുടെ ഇന്ത്യയിലെ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിഭക്ത ഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട മതത്തെ പരിഷ്കരിച്ചുകൊണ്ട് പാരമ്പര്യത്തെ തള്ളി ആ മാലയെ വെട്ടിമാറ്റിക്കൊണ്ട് പുതിയ ഒരു ദീനെ ജദീദിനെ ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രസ്ഥാനമാണ് മൗദൂദിസം എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ രൂപീകരണ വേളയിൽ അതിലുള്ള മെമ്പർമാരെ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? അതിൽ വൈരുദ്ധ്യമുണ്ട്. മെമ്പർമാരെ എടുക്കുന്നിടത്തും വൈരുദ്ധ്യമുണ്ട്. മെമ്പർമാരെ, അതിലുള്ള മെമ്പർഷിപ്പ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പറയുന്നു, ഒരു വേള പറയുന്നു, ജന്മന മുസ്ലിമായി എന്ന് പറയപ്പെടുന്ന ആളുകളെ ഇതിൽ മെമ്പർമാരായി എടുക്കുകയില്ല. മറിച്ച് കർമ്മപരമായിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഈ ഇസ്ലാമിക പ്രസ്ഥാനം എന്നവർ പരിചയപ്പെടുത്തുന്ന ആ പ്രസ്ഥാനത്തിന്റെ നിയമാവലി, അവരനുശാസിക്കുന്ന കർശനമായ മുറകൾ പാലിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം ഇതിന്റെ മെമ്പർമാർ എന്ന് പറഞ്ഞ അതേ പേജിന്റെ തൊട്ടു താഴെ അതിന് വൈരുദ്ധ്യവും പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ റൂദാർ ജമാഅത്ത് ഇസ്ലാമി എന്ന ഈ പുസ്തകത്തിന്റെ അതിന്റെ 15-ാമത്തെ പേജിൽ പറയാണ്, നമ്മുടെ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കാനുള്ള മാനദണ്ഡം ഒരു സാമ്പ്രദായിക മുസ്ലിം ആവുക എന്നതല്ല, പിന്നെയോ മറിച്ച് ഇസ്ലാമിന്റെ ആദർശവാക്യവും അതിന്റെ വിവക്ഷയും അനിവാര്യ തേട്ടങ്ങളും ശരിയായി ഗ്രഹിച്ച് ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനെ ജമാഅത്തിൽ അംഗമായി കഴിഞ്ഞാൽ അംഗീകരിച്ച ഈമാന്റെ നന്നേ കുറഞ്ഞ തേട്ടങ്ങളിലും പൂർത്തിയാവുകയും ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെവരായിരിക്കണം മെമ്പർമാർ എന്ന് പറഞ്ഞു.
ആ പറഞ്ഞു വെച്ച അതേ മനുഷ്യൻ തന്നെ തൊട്ട് അടുത്ത പാരഗ്രാഫിൽ പിന്നെ പറയുന്നത് എന്താണ്? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ജന്മബാധ്യത വളരെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇത് ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്താണ്? അപ്പോ സാമ്പ്രദായിക അല്ലെങ്കിൽ ജന്മനാ മുസ്ലിമായ ആളുകൾക്ക് മെമ്പർഷിപ്പ് ഇല്ല. പ്രസ്ഥാനത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കുന്നവർക്കാണ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ജന്മബാധ്യതയുള്ള മുസ്ലിങ്ങളിൽ നിന്ന് നല്ല വ്യക്തികൾ വന്നു ചേരുന്നത് പോലെ ജന്മനാ അമുസ്ലിങ്ങളായവരിൽ നിന്നുള്ള ഭാഗ്യശാലികളും അണിചേരുന്നതാണ്. അപ്പൊ എന്തായി പറഞ്ഞത്? അപ്പൊ യഥാർത്ഥ മുസ്ലിമീങ്ങളെ ഒഴിവാക്കിയിട്ട് അല്ലാത്തവരെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നല്ലേ? യഥാർത്ഥത്തിൽ ഇത് മുമ്പേ എല്ലാ ബിദ്അത്തിനെ കുറിച്ചുമുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണമുള്ള മുന്നറിയിപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ എന്നുള്ള പ്രയോഗം. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാം. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളുമായിട്ട് അവർ സംഘട്ടനത്തിൽ ഏർപ്പെടും. അതേസമയത്ത് വയദഊന അഹ്ലൽ ഔസാൻ, സാക്ഷാൽ ബഹുദൈവാരാധകരുമായിട്ട് അവർക്ക് നല്ല സമ്പർക്കവുമായിരിക്കും. മുസ്ലിങ്ങളുമായിട്ട് സംഘട്ടനം, അതേ സമയത്ത് ബഹുദൈവ വിശ്വാസികളുമായിട്ട് സമ്പർക്കം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ആ കാര്യത്തിന്റെ പ്രയോഗവൽക്കരണം ജമാഅത്തെ ഇസ്ലാമിന്റെ രൂപീകരണ പശ്ചാത്തലത്തിൽ തന്നെ സംഭവിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ജന്മനാ ഒരാൾ മുസ്ലിം ആകുമോ ഇല്ലേ? ഇവരുടെ ഒരു വലിയ ചർച്ചയാണ്. ജന്മന മുസ്ലിമാകുമോ ഇല്ലയോ എന്ന ഒരു ചർച്ച അവർക്കിടയിലുണ്ട്. ജന്മന മുസ്ലിം, ഒരു മാതാപിതാക്കളിൽ ഒരാൾ മുസ്ലിമാവുകയാണെങ്കിൽ രണ്ടാൾ തന്നെ മുസ്ലിം ആയിക്കൊള്ളുന്നില്ല. മാതാപിതാക്കളിൽ ഒരാൾ തന്നെ മുസ്ലിമായാൽ തന്നെ ആ ദമ്പതികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊക്കെ മുസ്ലിമീങ്ങളാണെന്നാണ്. അവർ ദുനിയാവിലും മുസ്ലിമീങ്ങളാണ്, ആഖിറത്തിലും അവർ മുസ്ലിമീങ്ങളാണ്. ദുനിയാവിലും ആഖിറത്തിലും അവർ മുസ്ലിമീങ്ങളാണ്. ഇതല്ലേ ഇതിൽ ആർക്കാ തർക്കമുള്ളത്? ഏതു മദ്ഹബിലാണ് ഇതിൽ തർക്കമുള്ളത്? പക്ഷേ അതേ സമയത്ത് ഇവരുടെ വിശദീകരണം എന്താണ്? ഇത് ജമാഅത്തെ ഇസ്ലാമിയും സുന്നി വിമർശകരും എന്ന് പറയുന്ന ഈ പുസ്തകത്തിലെ 181 പേജിൽ പറയുന്ന എന്താണ്? കാഫിറിന്റെ കുട്ടിയെക്കുറിച്ച് കാഫിർ എന്ന് വിധി പറഞ്ഞുകൂടെന്നും, നോക്കണം നിങ്ങൾ, കാഫിറിന്റെ കുട്ടിയെക്കുറിച്ച് കാഫിർ എന്ന് വിധി പറഞ്ഞുകൂടെന്നും, മുസ്ലിങ്ങളുടെ പിടിയിലകപ്പെട്ട കാഫിറിന്റെ കുട്ടിയും മുസ്ലിമായി ഗണിക്കപ്പെടുമെന്നും പറഞ്ഞ അതേ അർത്ഥത്തിലാണ് മാതാപിതാക്കളിൽ ഒരാൾ മുസ്ലിമായാൽ കുട്ടി മുസ്ലിമാണെന്ന് ഫിഖ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പ്രായപൂർത്തി വന്ന ശേഷം അവൻ മുസ്ലിമാണോ അല്ലേ എന്ന കാര്യം അന്നത്തെ അവന്റെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അക്കാര്യമാണ് മൗലാന മൗദൂദി കുത്തുബാത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജനിച്ച ഒരു കുട്ടി, മുസ്ലിം ദമ്പതികൾക്ക് ജനിച്ച, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ മുസ്ലിമായ അവർക്ക് ജനിച്ച കുഞ്ഞ് ജന്മന മുസ്ലിമാണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചില നടപടിക്രമങ്ങളിൽ മാത്രം മുസ്ലിമാണ് എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ഒരു ഇബാറത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, തുഹ്ഫയില് 6-ാം വാല്യം 352 പേജ്, തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 6-ാം വാല്യം 352 പേജിൽ വകദാ യുഖാലു ഫീ അത്ഫാലിൽ കുഫാർ ലിഅന്നഹും ഫിൽ ജന്നഹ്, അവിശ്വാസികളുടെ സന്താനങ്ങൾ, പ്രായപൂർത്തിയാവാത്ത സന്താനങ്ങൾ അവർ സ്വർഗത്തിലാണ്. അതാണല്ലോ ബലപ്പെട്ട അഭിപ്രായം. ഫലാ യുത്ലഖുൽ ഹുക്മു ബികുഫ്രിഹിം, അവിശ്വാസികളുടെ മാതാപിതാക്കൾ ഇരുപേരും അവിശ്വാസികളായവരുടെ മക്കൾ, പ്രായപൂർത്തിയാവാത്ത ശിശുക്കൾ, അവർ അവിശ്വാസികളാണെന്ന് നിരുപാധികം വിധിക്കപ്പെടാൻ പറ്റൂല എന്നാ തുഹ്ഫ പറഞ്ഞത്. എന്താ നിരുപാധികം വിധിക്കപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ? ഐ ദുനിയം വ ഉഖ്റാന, ദുനിയാവിലും ആഖിറത്തിലും അവർ കാഫിറുകളാണെന്ന് വിധിക്കപ്പെടാൻ പറ്റൂല. ആഖിറത്തിൽ അവർ സ്വർഗത്തിലാണ്. ദുനിയാവിലോ എല്ലാ നടപടിക്രമങ്ങളിലും അവർ മരിച്ചാൽ, അവരോട് കണ്ടുമുട്ടുമ്പോൾ, മറ്റുള്ള വിഷയങ്ങളിൽ, സലാം ചൊല്ലുന്ന വിഷയത്തിൽ, മറ്റു ഒരുപാട് കാര്യങ്ങൾ, അതിലെല്ലാം അവർ അവിശ്വാസികളായിട്ട് തന്നെയാണ് കാണുന്നത്.
പക്ഷെ ഇത്ലാഖ് എന്ന് പറയുമ്പോൾ ആഖിറത്തിലും കൂടി അങ്ങനെ പറയണ്ടേ? അതിനെ സംബന്ധിച്ചാണ് ത്വയ്ഫ പറഞ്ഞത് ഫലാ യുത്ലഖുൽ ഹുക്മു ബികുഫ്രിഹിം. പക്ഷേ ഇയാൾ എന്ന് പറഞ്ഞാൽ ഈ എന്നെ ഇബ്രാഹിമാണ്, അത്യാവശ്യം തിരിയുന്ന ആളാണെന്ന് നമുക്കറിയാം. പക്ഷേ ദുർവ്യാഖ്യാനത്തിന്റെ ആശാനുമാണെന്ന് നമുക്കറിയാം. ആകെ ജമാഅത്തെ ഇസ്ലാമിയിൽ കേരളത്തിലൊന്ന് അത്യാവശ്യം ഈ ഭാഗത്ത് ഹല്ല് ചെയ്യാൻ നമ്മളെ ഉസ്താദുമാരുടെ ഭാഷയിൽ പറയുന്ന ഹല്ല് ചെയ്യാൻ അറിയുന്ന ഒരു ഫുലാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പം അയാൾ മരിച്ചോ അല്ലേ എന്ന് എനിക്ക് പറയില്ല കേട്ടോ, ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അയാൾ ഇതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയാണ്, ഇൻ ബ്രാക്കറ്റ് കൊടുത്തത് എങ്ങനെയാണ്? സത്യനിഷേധികളുടെ കുട്ടികളെക്കുറിച്ചും ഇതുതന്നെ പറയാം, കാരണം അവർ സ്വർഗത്തിലാണ്, ഇപ്പോൾ അവരെ സംബന്ധിച്ച് കുഫർ വിധിക്കാവതല്ല, അപ്പോൾ അവരെ സംബന്ധിച്ചും കുഫർ വിധിക്കാവതല്ല. ഇതാണ് തുഹ്ഫ പറഞ്ഞത്. അപ്പൊ അവിശ്വാസികളുടെ മക്കളെ സംബന്ധിച്ച് കുഫർ വിധിക്കാവതല്ല എന്ന് പറഞ്ഞ അതേ അർത്ഥത്തിലാണ് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളെ സംബന്ധിച്ചും കുഫർ വിധിക്കാവതല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. എന്താണ് ഇവർ പറയുന്നത്? അപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം, അവരുടെ ഈ വീക്ഷണ പ്രകാരം, അവരുടെ രൂപീകരണ പശ്ചാത്തലത്തിൽ മെമ്പർഷിപ്പിന് അവർ കൊടുത്ത മാനദണ്ഡ പ്രകാരം മുസ്ലിമീങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവര് മുസ്ലിങ്ങളാണെന്ന് പറയുന്നത് കേവലം ഐഹികമായ ദുന്യവിയായ നിയമപരമായ ഒരു കാര്യം മാത്രമാണ്, അതിനപ്പുറത്തേക്കില്ല. എന്നാ ത്വയ്ഫീർ പറഞ്ഞതല്ല, അവിശ്വാസികളുടെ മക്കൾ കുഫറാണെന്ന് വിധിക്കരുത് എന്നല്ല പറഞ്ഞത്, നിരുപാധികം വിധിക്കരുത് എന്നാ. അതും മുസ്ലിം മാതാപിതാക്കളുടെ മക്കളെ കുറിച്ച് മുസ്ലിമാണെന്ന് വിധിക്കണമെന്ന് പറഞ്ഞതും ഒരുപോലെയല്ല, അത് നിരുപാധികം വിധിക്കണം എന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും ഒരു മുസ്ലിമീങ്ങളാണെന്ന് തന്നെയാണ് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം മാവർദി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അൽ-ഹാവിൽ കബീറിൽ പറയാ, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും എന്ന സൂറത്ത് തൂറിന്റെ 21ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫഅഖ്ബറ അന്നൽ ഔലാദ യത്തബിഊനൽ ആബാഅ വൽ ഉമ്മഹാത്തി ഫിൽ ഈമാൻ. കണ്ടോ, മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച മക്കൾ, ശിശുക്കൾ, അവർ ജന്മനാ തന്നെ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, നിരുപാധിക മുഅ്മിനീങ്ങളാണ്, നിരുപാധിക മുസ്ലിമീങ്ങളാണ്, ദുനിയാവിലെ മുഅ്മിനീങ്ങളാണ്, ആഖിറത്തിലെ മുഅ്മിനീങ്ങളാണ്, ദുനിയാവിലെ മുസ്ലിമീങ്ങളാണ്, ആഖിറത്തിലെ മുസ്ലിമീങ്ങളാണെന്നാണ് പറഞ്ഞത്. ഈ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ഈ കാര്യത്തെ തുടക്കം മുതൽ തന്നെ മുസ്ലിമീങ്ങളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കുന്ന ശക്തിയായിട്ടാണ് മൗദൂദിസം രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിന്റെ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. കേവലം ഒരു ശ്മശാന ശിർക്കിന്റെയോ രാഷ്ട്രീയ ശിർക്കിന്റെയോ പ്രശ്നം മാത്രമല്ല, മക്ബറയുമായി ബന്ധപ്പെട്ട, മരിച്ചവരുമായി ബന്ധപ്പെട്ട വഹാബിയൻ ശിർക്കിന്റെ എല്ലാ ഇതളുകളും അതെല്ലാം പേര് നടക്കുന്നവരാണ് മൗദൂദികൾ. അവരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിൽ ഓരോ ദിവസവും ചെന്നിട്ട് സിയാറത്തിന് ചെന്നിട്ട് ഇന്നി ലഅതബറകു ബിഖബരി അബീ ഹനീഫ റളിയല്ലാഹു അൻഹു, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിൽ ചെല്ലും, 2 റക്അത്ത് നിസ്കരിക്കും, എന്റെ പ്രശ്നം അവിടെ അവതരിപ്പിക്കും. അപ്പോൾ എനിക്ക് വളരെ അധികം സമയമില്ലാതെ തന്നെ എന്റെ പ്രശ്നങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് എത്രയെത്ര ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വഹാബിസത്തിന്റെ ശ്മശാന ശിർക്കാരോപണത്തിന്റെ മുഴുവൻ വശങ്ങളും പേര് നടക്കുന്ന മൗദൂദികൾ അവര് പറയുന്നത് എന്താ അറിയോ? ഈ പുസ്തകം, ഞാൻ ആ പുസ്തകമൊക്കെ ഓരോന്ന് തുറന്ന് കാണിച്ച് സംസാരിക്കാനുള്ള ഒരു സമയത്തിന്റെ കുറവ് ഉണ്ടായതുകൊണ്ട് പറയുന്നത്, ഇസ്തിഗാസ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഈ പുസ്തകം ഇ എൻ ഇബ്രാഹിം തന്നെ എഴുതിയതാണ്. ഇതിൽ പറയുന്നത്, അങ്ങനെ ഷാഫി ഇമാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാഫി ഇമാം ബിദ്അത്താണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഷാഫി ഇമാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിദ്അത്താണ് ഷാഫി ഇമാം ചെയ്തത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, അതിലേറെ രസാവഹമായ കാര്യമുണ്ട്. എന്നിട്ട് ആ സംഭവം അത് തെറ്റായ കഥയാണെന്നാണ് പറയുന്നത്, അത് കള്ളക്കഥയാണെന്നാണ് പറയുന്നത്. അപ്പൊ കള്ളക്കഥയാണെന്ന് പറയാൻ കാരണം എന്താണ്? അത് റിപ്പോർട്ട് ചെയ്ത ഒരു റാവി, ആ റാവി വിശ്വസ്തനാണ്. പക്ഷെ ആ റാവി ജനിച്ചത് ഹിജ്റ 246 അദ്ദേഹത്തിന് ഉസ്താദുമാരൊക്കെ 200കളിലുള്ള ആളാണ്.
അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ 200കൾക്ക് ശേഷമുള്ള ആളുകളാണ് ഒക്കെ വിശദീകരിച്ചതിന് ശേഷം ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്, അദ്ദേഹം വഫാത്തായത് ഹിജ്റ 256 അഭിപ്രായമുണ്ട്, അല്ല ഹിജ്റ 246 അഭിപ്രായമുണ്ട്, 47 അഭിപ്രായമുണ്ട്, 45 അഭിപ്രായമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹിജ്റ 246 വഫാത്തായ ആളാണെന്നൊരു അഭിപ്രായം. പിന്നെ 47 പറയുമ്പോൾ എത്ര? ഏകദേശം ഒരു 2 നൂറ്റാണ്ടിന്റെ ഗ്യാപ്പ് മതിയാണ്. അപ്പൊ 2 നൂറ്റാണ്ടിന്റെ ഗ്യാപ്പിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കള്ളക്കഥയല്ലാതെ പിന്നെ എന്താവാനാണെന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ആ 47 പറഞ്ഞാൽ ഹിജ്റ 247 ഉദ്ദേശിച്ചത്. ആ 45 പറഞ്ഞാൽ ഹിജ്റ. അപ്പൊ ഒരു 245 46 47 ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ഗ്യാപ്പിലുള്ള ചരിത്രകാരന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തെ പരാമർശിച്ച് പറഞ്ഞ അതുപോലും തിരിയാതെ, അതുപോലും ഓർക്കാതെ ഇത് നൂറ്റാണ്ട് 46 245 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 നൂറ്റാണ്ടിന്റെ ഗ്യാപ്പിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോ ഇത് ഏത് റാവിയാണ്, ഏത് റിപ്പോർട്ടറാണ് എന്ന് സ്വാഭാവികമായിട്ടും അതൊരു വ്യാജകഥയാവാനുള്ള ഒരു സാധ്യതയും പഴുതോടുണ്ടാക്കലാണല്ലോ യഥാർത്ഥത്തിൽ. അതല്ല അവിടെ. അപ്പൊ അത്രയും ആ ഒരു ലോകപ്രസിദ്ധമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സംഭവത്തെ പോലും വ്യാജകഥയാക്കാൻ വേണ്ടി മുന്നിട്ട് വന്നിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച ഇസ്തിഗാസ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഈ പുസ്തകത്തിൽ. അതുപോലെ തന്നെ സമകാലികമായിട്ട് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതും ഇവരുടെ ഈ പുസ്തകത്തിൽ കാണാം. ജമാഅത്ത് ഇസ്ലാമി സുന്നി വിമർശകരും എന്ന ഈ പുസ്തകത്തിലും ഇസ്തിഗാസ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഈ പുസ്തകത്തിലൊക്കെ കാണാം. ദരീറുൽ ബസറായ അന്ധനായ സഹാബി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ എനിക്ക് കാഴ്ചല്ല, എനിക്ക് ലോകത്തെ കാണണം. അവിടുന്ന് ദ്വാർന്നാല് ഉത്തരം കിട്ടുമല്ലോ. അപ്പൊ നബി പറഞ്ഞു, ഞാൻ ദ്വാർന്ന ഉത്തരം കിട്ടും ശരിയാണ്, പക്ഷേ വൈൻ സബർത ഫഹുവ ഖൈറുൽ ലക, ക്ഷമിക്ക, നീ കാഴ്ചല്ലാതെ മരണം വരെ ആ ക്ഷമയോടുകൂടി ജീവിക്കലാണ് ആഖിറങ്ങളെ നോക്കുമ്പോൾ നിനക്ക് ഏറ്റവും ഉത്തമം. പക്ഷേ ബഹുമാനപ്പെട്ട സഹാബിക്ക് ആ ഒരു അവസ്ഥയായിരുന്നില്ല. ഇപ്പൊ തന്നെ കാഴ്ച കിട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ നബി എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തില്ല. മറിച്ച് നബി അവിടെ പകരം ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ഈ തിൽമീദ അതാ ഫതവല്ല അഹ്സനൽ വുളൂഅ വസല്ലി റകഅതൈൻ ثم ادعوا الله اللهم إني أسألك وأتوجه إليك بنبيك نبي الرحمة يا محمد يا رسول الله إني توجهت بك إلى الله اللهم فشفعه فيا. ഇത് ഇന്നലെ ആരോ പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്തോ ഇതിനെ സംബന്ധിച്ച് ഒരുത്തൻ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൽ ഭീമമായ അബദ്ധം അവർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ ഇസ്തിഗാസ ഇസ്ലാമിക വീക്ഷണത്തിൽ ഈ പുസ്തകത്തിന് 165 പേജില് പറയുന്നുണ്ട്, ഇവിടെ നബിയെ കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുന്നു എന്നല്ലേ നബി പഠിപ്പിച്ച ദുആയിലുള്ളത്. അള്ളാഹുവിലേക്ക് മുന്നിടും, അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ട് ആരംഭിച്ച് അള്ളാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ നബിയെ മുന്നിൽ വെക്കുന്നു. നമ്മുടെ കുത്തുബിയത്ത് പോലെ തന്നെ നമ്മുടെ കുത്തുബിയത്തിൽ അള്ളാഹുവിനെ കൊണ്ട് ആരംഭിച്ച് അള്ളാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നത് പോലെ സമാനമായ സംഭവം അള്ളാഹുവിനെ കൊണ്ട് ആരംഭിച്ച് അള്ളാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലല്ലാഹ് എന്ന് നബിയെ കൊണ്ട് മുന്നിടുന്ന, നബിയെ കൊണ്ട് തവസ്സുലാക്കുന്ന ആ രീതി. അപ്പൊ അതേക്കുറിച്ച് ഇബ്നു തൈമിയ അവിടെ ഒരു വാചക കസർത്ത് നടത്തുന്നുണ്ട്. അയാൾ അത്തവസ്സുൽ വൽ വസീല എന്ന പുസ്തകത്തിൽ അത് ഇന്ന് സകല മുജാഹിദ് ജമാഅത്തുകളും അവരുടെ സാഹിത്യങ്ങളിലും പ്രസംഗങ്ങളിലും സോഷ്യൽ മീഡിയ കുറിപ്പുകളിലും ഒക്കെ വാരി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അത്? നബി ആ സഹാബിക്ക് വേണ്ടി ദുആർന്നു കൊടുത്തു എന്നതാണ് അവിടുത്തെ വസീല. യഥാർത്ഥത്തിൽ അതുകൊണ്ടല്ലേ അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യ എന്ന് പറഞ്ഞത് എന്നാ. ഇത് ഇബ്നു തൈമിയ പണ്ട് ചോദിച്ച ചോദ്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഹഖ് ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു വർത്തല മആതു തൻഗീഹ് അലാ മിസ്കാത്തുൽ മസാബീഹ്
എന്ന പ്രസിദ്ധമായ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ 5-ാം വാള്യം 260-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് എന്താണ്? വലം യദ്ഉ ബിനഫ്സിഹിൽ കരീമ, നബി തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. വലം യദ്ഉ ബിനഫ്സിഹിൽ കരീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. വഅമറഹു ബിഅൻ യദ്ഉ ലിനഫ്സിഹി, ആ സ്വഹാബിയോട് സ്വയം ദുആർക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ് ചെയ്തത്. ലാക്കിൻ, പക്ഷേ അല്ലമഹു ദുആഅൻ, എന്താണ് ദുആർക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഫയതവസ്സലു ബിഹി, അല്ലെങ്കിൽ ഫീഹി അത്തവസ്സുലു ബിഹി, അവൾ പല നുസ്ഖയിലും പലതും കാണുന്നുണ്ട്. അതിൽ നബിയെ കൊണ്ടുള്ള തവസ്സുലുണ്ട്. അങ്ങനത്തെ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു എന്നാ, നബി ദുആർന്നു എന്നല്ല. പക്ഷേ ഇതിലെന്താ പറയുന്നത്? ഇതിന്റെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഇതിന്റെ 165-ാമത്തെ, ഈ പുസ്തകത്തിന്റെ 165-ാമത്തെ പേജിൽ പറയും, ഇവിടെ അന്ധനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാ. എന്നാൽ ഇമാം അബ്ദുൽ ഹഖ് ദഹ്ലവി, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ എത്രയോ മുമ്പുള്ള ആളാണ്. ഇമാം അബ്ദുൽ ഹഖ് ദഹ്ലവി മിസ്കാത്തുൽ മസാബീഹിന്റെ പ്രഗത്ഭനായ വ്യാഖ്യാതാവ്. അദ്ദേഹം അവിടുത്തെ ലമആത്തിൽ പറയുന്നത് എന്താണ്? വലം യദ്ഉ ബിനഫ്സിഹിൽ കരീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർന്നിട്ടില്ല. വലാകിൻ അമറഹു ലിഅൻ യദ്ഉ ബിനഫ്സി, സ്വയം തന്നെത്താൻ ദുആർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലിഅൻ യദ്ഉ ലിനഫ്സിഹി, കൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഫശഫിഉഹു ഫിയ്യാ എന്ന് ആ സ്വരീറുൽ ബസറായ സഹാബി അവസാനം പിന്നെ പറഞ്ഞ ദുആയുടെ അവസാനത്തിൽ അവസാനിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നൊരു ചോദ്യം, ഒരു പക്ഷേ അത് ഇബ്നു തൈമിയ മുമ്പ് ചോദിച്ച ചോദ്യ. എന്താണ്? നബിയെ എന്റെ കാര്യത്തിൽ ഷഫീ ആക്കണേ എന്ന് പറയുമ്പോൾ നബിയുടെ ശഫാഅത്ത് അവിടെ നടന്നിട്ടുണ്ടല്ലോ എന്നാ. അതേതാണ് ശഫാഅത്ത്? ശഫാഅത്ത് രണ്ട് വിധമുണ്ട്. ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരും പിന്നെ അതുപോലെ തന്നെ വഹാബികളും തബ്ലീഗ് ജമാഅത്തുകാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളായി പറയുന്നത്. ശഫാഅത്ത് രണ്ട് വിധമുണ്ട്. ശഫാഅത്ത് അള്ളാഹുവിനോട് വാക്കാൽ പറയുന്ന ശഫാഅത്തുണ്ട്. അതേ സമയത്ത് നബിയുമായുള്ള അഭേദമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, നബിയെ മുന്നിൽ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ദുആഇനിടയിൽ അല്ലാഹുവിനെ കൊണ്ട് തുടങ്ങി അല്ലാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ദുആഇനിടയിൽ നബിയെ മുന്നിൽ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു നൽകുന്ന സഹായത്തെയും ശഫാഅത്ത് എന്ന് പറയും. അതിനെപ്പറ്റി ലിസാൻ ഹാലി എന്നാണ് പറയാം, അല്ലെങ്കിൽ ശഫാഅത്ത് ഹാലിയ. ശഫാഅത്ത് മഖാലിയയുണ്ട്, ശഫാഅത്ത് ഹാലിയയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ അത് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതൊക്കെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. വഹാബിസത്തിന്റെ ശ്മശാന ശിർക്കാരോപണത്തിന്റെ എല്ലാ വഴികളും ഒന്നൊഴിയാതെ മൗദൂദിസം വാരി പുണർന്നിട്ടുണ്ട്. പിന്നെ എന്താണ് അവർക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ഉള്ളത് എന്നുള്ളതാണ്. വഹാബിസത്തിനപ്പുറം പിന്നെന്താണ് അവർക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉള്ളത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് രാഷ്ട്രീയ ശിർക്ക്, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ശിർക്ക്. ഓരോന്നിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ശിർക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ്, ശിർക്കിനും അപ്ഡേഷനാണ്, അതുപോലെ തന്നെ തൗഹീദിനും അപ്ഡേഷനാണ്. യഥാർത്ഥത്തിലെ അഖായിദുകൾക്ക് അപ്ഡേഷൻ ഇല്ലാന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫ് അവിടുത്തെ ശർഉൽ മവാഖിഫിൽ പറയുന്നു, അഖായിദുകൾ ഫഇന്നഹാ മദ്ബൂതത്തുൻ ഗൈറു മുതസായിദത്തിൻ ബിഖിലാഫിൽ ഫിഖ്ഹ്. അഖായിദുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ പരിമിതവും വർദ്ധിതമല്ലാത്തതുമാണ്. കർമ്മശാസ്ത്ര മേഖല എന്ന് പറയുന്നത് വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പഴയകാലത്തെ കിതാബുകളിൽ കാണാത്ത പുതിയ പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് മസല പറയേണ്ടി വരും. നമ്മുടെ മൊബൈലിൽ ഡിസ്പ്ലേയിൽ ഖുർആൻ വന്നാൽ അത് തൊടാൻ ഉളു വേണോ വേണ്ടേ? അത് നമ്മുടെ ഇമാമികളുടെ കിതാബിന്റെ ഉള്ളിൽ അന്തർധാരമായിട്ടുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തേണ്ടി വരും. അതേസമയത്ത് അഖായിദുകൾ ഇങ്ങനെ പുതിയതായിട്ട് കടന്നു വരുമോ? ചൊവ്വാഗ്രഹത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും ബാധിക്കുമോ? ഈ AI ക്യാമറ, പിന്നെ AI യുഗം ഇവിടെ അങ്ങോട്ട് പരന്നൊഴുകി. അപ്പൊ നമ്മൾ അഖായിദുകൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വരുമോ? അഖീദുകൾക്ക് അപ്ഡേഷൻ ഇല്ല.
പക്ഷേ ഇവർക്ക് അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഓരോ ശിർക്കുകൾ വരികയാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നതാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ശിർക്ക്. അതിനുവേണ്ടി അവർ പല തരത്തിലുള്ള കളികളും കളിച്ചിട്ടുണ്ട്. ഈ അടുത്ത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ഡോക്ടറോ മറ്റോ ഒരാൾ ഒരു പാൻറ്റിട്ടൊരു ചങ്ങായി പറയുന്നുണ്ടല്ലോ, ഇന്നലെ നമ്മളത് ഫേസ്ബുക്കിൽ ആരോ വിട്ടത് കണ്ടു. അയാളുടെ ഗർഭിണിയായ ഭാര്യയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകലത്രേ. കാരണം അത് പ്രഗ്നൻസി ശിർക്ക് അവിടെ സംഭവിക്കുന്നതാണ് പറയുന്നത്. ഗർഭമുള്ള ഭാര്യയെ ഡോക്ടറെ കാണിച്ചാൽ ഗർഭധാരണ ശിർക്ക് സംഭവിക്കുന്നതാണ്. അതൊരു പുതിയ ശിർക്കാണ്. അപ്പൊ ശിർക്കിന്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞതുപോലെ രാഷ്ട്രീയ ശിർക്കിന്റെ ഒരു അപ്ഡേഷൻ ഇവർ നടത്തുകയാണ്. അതിനുവേണ്ടി ഇവരെന്ത് ചെയ്തു? ഇവരെന്ന് പറഞ്ഞാൽ ആരാ? ഈ മൗദൂദികൾ, അല്ലെങ്കിൽ അബുൽ മൗദൂദി തന്നെ അയാൾ ഇവിടെ ഖുർആനിനെയും ഖുർആനിന്റെ സുപ്രധാനമായ അതിന്റെ സാങ്കേതിക ശബ്ദങ്ങളെയും അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. സാങ്കേതിക ശബ്ദങ്ങൾ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീന്. ദീനി എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ആകുന്നു. അയാളുടെ കുത്തുബാത്തി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിലും പറയുന്നത് ദീൻ എന്ന് പറയുന്നത് രാഷ്ട്രമാണ്. രാഷ്ട്രത്തിന്റെ നിയമസംഹിതയാണ് എന്ത്? രാഷ്ട്രത്തിന്റെ നിയമസംഹിതയാകുന്നു ശരീഅത്ത്. പിന്നെ ഇലാഹിനും റബ്ബിനും പ്രത്യേകമായ അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ഇബാദത്തിന് അഭൗതികമായ, നമ്മളെ വഹാബികൾ പറയുന്ന അഭൗതികം, കാര്യകാരണ ബന്ധത്തിനപ്പുറം, മനുഷ്യ കഴിവിനപ്പുറം, ഇപ്പുറം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അവർ പറയുന്നതിന് പുറമെ 2 വാക്കുകൾ കൂടി അത് ഉൾപ്പെടുത്തി. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആരാധന എന്നാണ് പറയാറുള്ളത്. മലയാളീകരിച്ച് പറയുമ്പോൾ നമ്മൾ ആരാധന എന്ന് പറയും. അഥവാ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ. എല്ലാ ഇമാമിയങ്ങളും പറയുന്ന ഒരു നിർവചനമാണ് അഖ്സാ ഗായത്തിൽ ഖുദൂഇ അങ്ങേ അറ്റത്തെ പരമമായ വണക്കവും വിനയവും. അതാണ് ഇബാദത്ത്. ഇതിനപ്പുറം ഒരു വണക്കവും വിനയും സങ്കല്പിക്കാൻ സാധ്യമല്ല. പക്ഷെ അവിടെ അതുമാത്രമല്ല ഇബാദത്ത്. പിന്നെയോ ഇബാദത്ത് എന്ന് പറയുന്നത് അനുസരണ, അടിമവേല. അപ്പൊ ഇബാദത്ത് എന്ന് പറയുമ്പോൾ അത് അബദയിൽ നിന്ന് ഇദ്ദേഹത്തിന് തന്നെ കുത്തുബാത്തി എന്ന ഈ പുസ്തകത്തില് ഇതിന്റെ 313 പേജില് ഈ അബദനെ വിശദീകരിക്കുന്നുണ്ട്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അബദയിൽ നിന്ന് പോകുന്നതാണ്. അബദക്ക് പല അർത്ഥമുണ്ട്. അബദ എന്ന് പറയുമ്പോൾ അടിമവേല ചെയ്തു എന്നർത്ഥമുണ്ട്, അതേപോലെ തന്നെ അനുസരിച്ചു എന്നർത്ഥമുണ്ട്, വണങ്ങി എന്ന് അർത്ഥമുണ്ട്. അപ്പൊ എന്നാ ഇബാദത്തിനും ഈ 3 അർത്ഥം കൊടുക്കട്ടെ. പക്ഷേ ഈ ഓരോ അർത്ഥത്തിലുമുള്ള അബദക്ക് അല്ലെങ്കിൽ അബുദക്കുള്ള അതിന്റെ ക്രിയാധാതു ഇബാദത്തല്ല. അതിൽ ഉബൂദിയ്യത്തുണ്ട്, ഉബൂദത്തുണ്ട്, അങ്ങനെ പല മസ്തറുകളുമുണ്ട്. പക്ഷേ ഇബാദത്ത് എന്ന് പറഞ്ഞതിന് അബദയുടെ എല്ലാ ഭാഷാ വ്യാഖ്യാനങ്ങളും ഇബാദത്തിന് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഫാത്തിഹ സൂറത്തിന് അർത്ഥം കൊടുത്തു. ഫാത്തിഹ സൂറത്തിന് ഈ കുത്തുബാത്തിൽ തന്നെ ഇതിന്റെ 314 പേജിൽ ഫാത്തിഹ സൂറത്തിനെ സമ്പൂർണമായിട്ട് അർത്ഥം നൽകുന്നുണ്ട്. അതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിനെ ഇതിന്റെ 146 പേജിൽ 146 പേജിൽ ഇയ്യാക നഅ്ബുദു, നമ്മൾ സാധാരണ എന്താ അർത്ഥം വെക്കല്? ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിനക്ക് മാത്രം. ഇനി പദാർത്ഥത്തിൽ മാത്രം ഉണ്ടായാലും പദാർത്ഥത്തിൽ മാത്രമില്ലെങ്കിലും യഥാർത്ഥത്തിൽ മാത്രം ഉണ്ടല്ലോ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയേണ്ടടുത്ത് ഇതിന്റെ 146 പേജിൽ കണ്ടോ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലദ്ദാല്ലീൻ ആമീൻ വരെ അറബിയിൽ കൊടുത്തതിന് ശേഷം പിന്നെ ഓരോ ആയത്തിന്റെയും അർത്ഥം പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദുവിന്റെ അർത്ഥം പറയുന്നത് എങ്ങനെയാണ്? നാഥാ, അടിയങ്ങൾ അങ്ങേക്കു മാത്രം അടിമപ്പെടുകയും. അതോട് നീട്ടി. അപ്പൊ അടിമവേല, അനുസരണം എന്നത് ഇബാദത്തിൽ പെടുത്താൻ വേണ്ടി അവരുണ്ടാക്കിയൊരു അർത്ഥമാണത്. അതിനു വേണ്ടിയാണ് ഈ ഒരു അർത്ഥം പുതിയതായിട്ട് ഫാത്തിഹ സൂറത്തിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കണ്ണി മുറിക്കണം. ഏതിന്റെ കണ്ണി? പാരമ്പര്യത്തിന്റെ കണ്ണി മുറിക്കണം, അറുക്കണം. ഏതറുക്കണം? പാരമ്പര്യത്തിന്റെ മാല അറുത്ത് പൊട്ടിക്കണം. കാരണം അത് പൊട്ടിക്കുമ്പോഴേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ.
ഇത് ഉദാഹരണത്തിന് വേണ്ടിയാണ്. നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരുപാട് അവരുടെ സാഹിത്യങ്ങളിലും അവരുടെ പുസ്തകങ്ങളിലും ഒരുപാട് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ഇബാദത്തിന് ആരാധന, അടിമവേല, അനുസരണം. അപ്പൊ ഇനി ഗവൺമെന്റിനനുസരിച്ചാലോ? ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിലെ മതേതര ഗവൺമെന്റ് ആവട്ടെ, ജനാധിപത്യ ഗവൺമെന്റ് ആവട്ടെ, സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആവട്ടെ, ഏകാധിപത്യ ഗവൺമെന്റ് ആവട്ടെ, എന്ത് ഗവൺമെന്റ് ആവട്ടെ, ആ ഗവൺമെന്റിനെ അനുസരിക്കുന്നത് ശിർക്കാണ്. കാരണം അത് അവർക്കുള്ള ഇബാദത്താണ്. കാരണം അനുസരണ അള്ളാഹുവിന് മാത്രം, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, അനുസരണ അള്ളാഹുവിന് മാത്രം. അപ്പൊ ഗവൺമെന്റിനെ അനുസരിക്കുന്നത്, ഉദാഹരണം നമ്മളിപ്പോ എല്ലാവരും ഏകദേശം മിക്ക ഈ സദസ്സിലിരിക്കുന്ന ആളുകളും സ്റ്റേജിലിരിക്കുന്ന ആളുകളൊക്കെ വണ്ടിയിൽ സ്വയം വാഹന വണ്ടിയിലായിരിക്കും മിക്ക ഓരോ ആൾക്കാർ, ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക. നമ്മൾ റോഡിന്റെ ഏത് വശത്തിലൂടെ ആയിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാകുക? ഇന്ത്യ രാജ്യത്തെ നിയമപ്രകാരം, ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഇടതുവശത്തിലൂടെ ആയിരിക്കും. ഇത് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമം എന്ന നിലക്ക് നമ്മൾ അംഗീകരിച്ചാൽ, ഇതിപ്പോ നമ്മൾ ഖുർആനിലോ ഹദീസിലുള്ള നിയമമാണോ? അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദീൻ ആവിഷ്കരിച്ച നിയമമാണോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് ആവിഷ്കരിച്ച നിയമമാണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവിഷ്കരിച്ച നിയമമാണോ? അല്ലല്ലോ. അപ്പൊ പിന്നെ അത് ആവിഷ്കരിച്ച, ഇത് നമ്മുടെ റോഡ് ഡിപ്പാർട്ട്മെന്റ് ആവിഷ്കരിച്ച നിയമമാണ്. ആ നിയമത്തെ വൈപ്പെട്ടുകൊണ്ട് ഒരാള് എന്ത് ചെയ്തു? ഇടതുഭാഗത്തിലൂടെ, ഇനി സൗദി അറേബ്യയിലാണെങ്കിൽ വലതുഭാഗത്തിലൂടെ ഡ്രൈവ് ചെയ്താൽ അപ്പൊ എന്താ, മുസ്ലിമാണോ മുശ്രിക്കാണോ? അനുസരണ അള്ളാഹുവിന് മാത്രമല്ലേ പറ്റുള്ളൂ. അത് ശിർക്കാണ് എന്നാണ്. നമ്മൾ പറയും ഗവൺമെന്റ് ഇലാഹാണ്, റബ്ബാണ് എന്ന നിലക്കാണ് വഴിപ്പെടുന്നതെങ്കിൽ അത് ശിർക്കാണ്, ഓക്കെ. എന്നാൽ ഇലാഹും റബ്ബും പരമാധികാരിയും യജമാനനും എല്ലാം അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാള് ഇത് വഴിപ്പെട്ടാലോ? ഇതൊരു മുബാഹായ കാര്യമാണ്. ഇനി ഒരു ഹറാമായ ഒരു കാര്യം തന്നെ വന്നു എന്ന് വിചാരിക്കുക, അത് നമ്മൾ വഴിപ്പെട്ടാലോ? ഇപ്പൊ ജുമാക്ക് പോകരുത് എന്നൊരു നിയമം പാസ്സാക്കി ഗവൺമെന്റ്. ഒറ്റക്കുട്ടി ജുമാക്ക് പോകാൻ പാടില്ല. കൊറോണയോ അല്ലെങ്കിൽ കാപ്പയോ നിപ്പയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 2 മാസത്തിന് ഒറ്റക്കുട്ടി ജുമാക്ക് പോകരുത്, എല്ലാവരും അംഗീകരിച്ചു. എന്നാൽ ആ അംഗീകാരത്തിന്റെ പേരെന്താണ്? ആ അംഗീകാരത്തിന് ശറഅ എന്താണ് പേരിട്ടിട്ടുള്ളത്? ആ അംഗീകാരം അത് ഹറാമാണ്, നമ്മൾ അംഗീകരിക്കുന്ന ഹറാമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സഹാബിയെ ഒരു സൈന്യത്തിന്റെ അമീറായിട്ട് നിയോഗിച്ച സംഭവം ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തോ ദേശത്തിന്റെ വേളയിൽ ആ സഹാബി സൈനികരോട് പറഞ്ഞു, തീ ആളി കത്തിച്ചുകൊണ്ട് ഉദ്ഖുലു അന്നാർ, എല്ലാവരും തീയിൽ കിടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർ അമീറല്ലേ പറയുന്നത്, അനുസരിക്കേണ്ടെന്ന് വിചാരിച്ച് തീയിൽ കിടക്കാൻ പുറപ്പെട്ടു. വേറെ ചിലർ പുറപ്പെട്ടില്ല. ഏതായാലും അവിടെ ഒന്നും സംഭവിച്ചില്ല. അവർ മദീനയിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പൊ നബി എന്താ പറഞ്ഞത്? നബി പറഞ്ഞത്? അമീറിന് വഴിപ്പെടണം, അത് ശരിയാണ്. പക്ഷെ ലാ ത്വാഅത ഫീ മഅസിയത്തില്ലാഹ് വഇന്നമ ത്വാഅതു ഫിൽ മഅറൂഫ് ഔ കമാ ഖാൽ. അല്ലാഹുവിന് മഅസിയത്ത്, അത് മഅസിയത്താണ്. തീയിൽ ചാടുക എന്നുള്ളത് തെറ്റാണ്. പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്വാസം ശരിയായാലും അനുസരണം ശിർക്കാണ് എന്നാണ് കുത്തുബാത്തിന്റെ 300. ഇത് കുത്തുബാത്ത് അബുൽ അലയുടെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ്, ജുമുഅ ഖുതുബകളുടെ സമാഹാരമാണ്. ഇതിന്റെ 314 പേജിൽ പറയുന്നത് എന്താണ്? നേരത്തെ സ്വഹാബിയുടെ വാക്ക് അനുസരിച്ചാൽ അത് മഅസിയത്താണ്, തെറ്റാണ്, ഹറാമാണെന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിർക്കാന്ന് പറഞ്ഞില്ല. കാരണം ആ സ്വഹാബിയുടെ വിശ്വാസം എന്താണ്? ആ സ്വഹാബിയുടെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. പിന്നെ ആ പ്രവൃത്തി എന്താണ്? ആ തീയിലേക്ക് ചാടിയാൽ അതെന്താകും? അത് മഅസിയത്താണ്. അതിൽ വഴിപ്പെടാൻ പറ്റൂല, അതിൽ അനുസരണ പാടില്ല. പക്ഷേ ഇതിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നത്, ഇതിന്റെ 314 പേജിൽ പറയുന്നത്, വിശ്വാസപരമായി ഒരുത്തനെ വിധികർത്താവായി സ്വീകരിക്കുകയും ഫലത്തിൽ മറ്റൊരാളെ അനുസരിക്കുകയും ചെയ്യുക, പൂജ ഒരുവനും അടിമവൃത്തി മറ്റൊരുവനും നിർവഹിക്കുക, ഹൃദയത്തിൽ ഒരു നിയമത്തെക്കുറിച്ച് ഭക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കുകയും ജീവിത ഏർപ്പാടുകളിൽ മറ്റു നിയമമനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്നതുകളും സാധ്യമാണെന്ന് നിങ്ങൾ പറയുന്ന പക്ഷം, അഥവാ വിശ്വാസത്തിലൊരു കുഴപ്പമില്ല, പക്ഷേ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾ ഒരാൾ അനുസരിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. മൗദൂദി പറയാണ്,
അത് ശരിയാണ്, സാധ്യമാണെന്ന് ഞാനും സമ്മതിക്കുന്നു. സാധ്യമാണെന്നല്ല, അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ അതിനെത്രേ ശിർക്ക് എന്ന് പേർ പറയുന്നത്. അത് ശിർക്കാണ്. ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ തല തരിച്ച് ജമാഅത്തിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോവും. ഇതൊക്കെയാണല്ലോ ഞങ്ങളുടെ പരമാത്മാവും ജീവാത്മാവുമായ അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന വ്യക്തി എഴുതി കൂട്ടിയത്, പ്രസംഗിച്ചു നടത്തിയത് എന്ന് കേട്ടാലും. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇലാഹ്, റബ്ബ്, ദീന്, ഇബാദത്ത് എന്നുള്ള ആ 4 സാങ്കേതിക ശബ്ദങ്ങളെക്കുറിച്ചുള്ള പുതിയ വാദങ്ങൾ, അതേപോലെ തന്നെ ഈ ഫുറൂഇയായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 2 മിനിറ്റ് കൊണ്ട്, 12:30 കൊണ്ട് അവസാനിപ്പിക്കാം. അതായത് സക്കാത്തിന്റെ 8 അവകാശികൾ അവിതർക്കിതമായ അവകാശികളാണല്ലോ. ആ 8 അവകാശികളിൽ സംഘടന ഉൾപ്പെട്ടോ? ഏതു സംഘടനയാവട്ടെ, സുന്നി സംഘടനകളാവട്ടെ, സുന്നിയേതര സംഘടനകളാവട്ടെ, സംഘടനകൾ സക്കാത്തിന്റെ അവകാശികൾ ഉൾപ്പെട്ടോ? എന്നാൽ ജമാഅത്ത് ഇസ്ലാമി വിഭാവനം ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ രൂപീകരണ കാലം മുതൽക്കേ വിഭാവനം ചെയ്യുന്നതും അവരുടെ വരവ് ചെലവ് കണക്കുകൾ എഴുതിയതിൽ രേഖപ്പെടുത്തിയതും എന്താണ്? അംഗങ്ങൾ തങ്ങളുടെ സക്കാത്തുകൾ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് നൽകണം. എന്നിട്ട് സംഘടനാ പ്രവർത്തനത്തിന് വിനിയോഗിക്കണം. ശമ്പളം കൊടുക്കാനും, കറണ്ട് ബില്ല് അടക്കാനും, മൈക്ക് പെർമിഷൻ എടുക്കാനും, വേദി കെട്ടാനും, പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ സക്കാത്ത് കൊടുക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് ആ സക്കാത്ത് വകയിൽ എത്ര വരവ്, എത്ര ചെലവ്, ഇതെല്ലാം അവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൂദാദ് ജമാഅത്ത് ഇസ്ലാമിയുടെ 29, 30, 47 പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയും. ഇദ്ദേഹത്തിൻ്റെ ഇസ്ലാം മതം എന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പുതിയ ജനറേഷന്. അതിലാദ്യമായിട്ട് ഈമാൻ കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. 5 ഈമാൻ കാര്യങ്ങൾ. 5 ഈമാൻ കാര്യങ്ങൾ പരിചയപ്പെടുത്തി ഖദറിനെ ഒഴിവാക്കി. അപ്പോൾ ഉലമാഇന്റെ പ്രതിഷേധം വന്നു. ഉലമാഇന്റെ പ്രതിഷേധം വന്നപ്പോൾ അവർ അതിലൊരു അടിക്കുറിപ്പ് കൊടുത്തു. അടിക്കുറിപ്പ് കൊടുത്തിട്ട് പറയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഖദറിനെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം മതം എന്ന ഈ പുസ്തകത്തിൽ അള്ളാഹുവിൽ വിശ്വാസത്തെ വിശദീകരിച്ചോ ഒരു സ്ഥലത്തും ഖദറിനെ പരാമർശിച്ചിട്ടില്ല, ഖദറിനെ വിശദീകരിച്ചിട്ടില്ല. പിന്നെ എന്താ പറയണത്? അള്ളാഹു ആണ് അന്നം തരുന്നവൻ. അള്ളാഹു അന്നം തരുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ ആരുമില്ല. അള്ളാഹു വല്ലതും തടയാൻ ഉദ്ദേശിച്ചിട്ട് അതിനെ നൽകുന്നവനുമില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണോ ഖദർ? ഖദർ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി രേഖപ്പെടുത്തൽ, അസലിയാകാലത്തുള്ള രേഖപ്പെടുത്തൽ, ലൗഹുൽ മഹ്ഫൂദിലെ രേഖപ്പെടുത്തൽ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലുള്ള രേഖപ്പെടുത്തൽ, അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഗർഭകാലത്തിന്റെ 4ാമത്തെ മാസത്തിന്റെ പൂർത്തീകരണ വേളയിലുള്ള രേഖപ്പെടുത്തൽ, വാർഷികമായ ശഅബാൻ 15-ലുള്ള അടുത്ത കൊല്ലത്തേക്കുള്ള രേഖപ്പെടുത്തൽ, ലൈലത്തുൽ ഖദറിലെ രേഖപ്പെടുത്തൽ, ഇങ്ങനെ മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനെയാണ് ഖദർ എന്ന് പറയുന്നത്. ഇതാണ് ഖദരിയാക്കളും സുന്നത്തിയമായത്തും തമ്മിലുള്ള തർക്കം. അല്ലാതെ ലാമാനിയലിമായത്തുള്ളതിൽ നമുക്കും ഖദരിയാക്കൾക്കും തർക്കമല്ല. ലാ ഖദറ വൽ അംറു ഉനുഫുൻ എന്നാണ് ഖദരിയാക്കൾ വാദിച്ചത്. എന്നാൽ സുന്നത്തിയമായത്ത് പറയുന്നത് എല്ലാം മുൻകൂട്ടി എന്ന് പറയുമ്പോൾ അതിന് പല ഘട്ടങ്ങളുണ്ട്. അസലിയായ ഘട്ടമുണ്ട്, ലൗഹുൽ മഹ്ഫൂദിലെ ഘട്ടമുണ്ട്, ആലമുൽ അർവായിലെ ഘട്ടമുണ്ട്, ആദം നബി അലൈഹി സ്വലാം മുതുകിലുള്ള ഘട്ടമുണ്ട്, ഗർഭപാത്രത്തിലുള്ള ഘട്ടമുണ്ട്, ശഅബാൻ 15-ലുള്ള ഘട്ടമുണ്ട്, ലൈലത്തുൽ ഖദറിലെ ഇതൊക്കെ മുൻകൂട്ടിയാണ്. ഈ മുൻകൂട്ടിയുള്ള അള്ളാഹുവിന്റെ നിശ്ചയമെന്ന ഖദർ ഖലാഇനെ പരാമർശിക്കുന്ന ഒരു അരവരി ഇസ്ലാം മതമെന്ന പുസ്തകത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസം വിശദീകരിച്ച ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണിച്ചു തരാൻ ഏതെങ്കിലും ഒരു മൗദൂദിയുടെ സാഹിത്യകാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, പ്രഭാഷകനാവട്ടെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഭാവിയിൽ ഏതായാലും ജനിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു, എന്റെ സമയം അവസാനിച്ചതുകൊണ്ട്.
ഇസ്ലാമിന്റെ പരമമായ ലക്ഷ്യം ഇബാദത്താണോ ഭരണവ്യവസ്ഥയാണോ? ഞാൻ അതിന്റെ ഹദീസിന്റെ തെളിവുകളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. ബുനിയൽ ഇസ്ലാം അലാ ഖംസ് എന്ന് പറഞ്ഞതിൽ ഭരണം ഉൾപ്പെട്ടിട്ടില്ല. ഇസ്ലാമിനെ എടുക്കപ്പെട്ട ബിനാ ചെയ്യപ്പെട്ടതിൽ ഭരണം പെട്ടിട്ടില്ല. അപ്പൊ ഭരണമല്ല അടിസ്ഥാനം, ഇബാദത്താണ് അടിസ്ഥാനം. പക്ഷേ ജമാഅത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഭരണമാണ് ലക്ഷ്യം, ഇബാദത്തുകൾ ട്രെയിനിങ്ങുകളാണ് എന്നാണ് അവരുടെ സാഹിത്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ഒരുപാട് രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. മഹ്ദി ഇമാമിനെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്? മഹ്ദി അത് മിഥ്യയാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ അബുൽ അഅ്ല എന്ന് പറയുന്ന ജീവചരിത്രത്തിൽ ടി മുഹമ്മദ് രേഖപ്പെടുത്തുകയാണ്. അതാണ് അബുൽ അഅ്ലയുടെ കാഴ്ചപ്പാട് എന്ന്. ഇസ്മത്തിനെ സംബന്ധിച്ച്, പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വത്തെ സംബന്ധിച്ച് എന്താണ് അവരുടെ കാഴ്ചപ്പാട്? വൻദോഷം വരെ പ്രവാചകന്മാർ ചെയ്യും എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. നിങ്ങൾ നോക്കൂ, ഇത് ചോദ്യോത്തരം എന്ന ഈ പുസ്തകം. ഈ ചോദ്യോത്തരം എന്ന ഈ പുസ്തകത്തിൽ അബുൽ അഅ്ല ഇതിന്റെ 25-ാമത്തെ പേജിൽ പറയുന്നത് മൂസാ നബി കൊലപാതകമെന്ന വൻകുറ്റം ചെയ്ത ആളാണ് എന്നാ പറയുന്നത്. ഒരു നിലക്കും അതിനെ ന്യായീകരിക്കാൻ അവർക്ക് സ്കോപ്പില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞത്, സമകാലികമായൊരു വിഷയം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് സമകാലികമായി? അതിന് ഈ വാർത്തകളൊന്നും വായിക്കുന്നില്ല. ഈ അടുത്ത് നമ്മുടെ ഹൈക്കോടതി, ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി വിധിച്ചു, സ്ത്രീകൾക്ക്, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഏകപക്ഷീയമായിട്ട് ഖുൽഅ് എന്ന് പറയുന്ന നടപടിയിലൂടെ വിവാഹമോചനം നടത്താം. ഇത് ഇജ്മാഇനെതിരായ വാദാണത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ആ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പ്രബന്ധം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവതരിപ്പിക്കപ്പെട്ട അത് ഇജ്മാഇന് വിരുദ്ധമാണ്. എന്നാൽ ഈ ഹൈക്കോടതിക്ക് ഇങ്ങനൊരു ഏകപക്ഷീയ വിവാഹമോചന നടപടിക്ക് തെളിവ് നൽകിയത് ആരാന്നറിയോ? ഞാൻ അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ ഇന്ന് കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ടുണ്ട്. അബ്ദുൽ അഅ്ല മൗദൂദിയുടെ ഹുഖൂഖു സൗജൈനി എന്ന പുസ്തകമാണ്. ആ പുസ്തകമാണ് ഹൈക്കോടതി അവലംബിച്ചത്. ആ പുസ്തകമാണ് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള വക്കീലന്മാര് അവലംബിച്ചത്. ഇങ്ങനെ ഇജ്മാഇന് വിരുദ്ധമായ, ഇസ്ലാമിക വിരുദ്ധമായ, കർമ്മശാസ്ത്രപരവും വിശ്വാസപരമായ അനേകം കാര്യങ്ങൾക്ക് ഇവിടെ നാം വിട്ടത്, നാന്തി കുറിച്ച പ്രസ്ഥാനമാണ് മൗദൂദിസം എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യത്തിന്റെ ചില സൂചനകൾ മാത്രം ഇവിടെ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.